നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? എന്താ? നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം അവള് കപ്പല് കയറ്റിയില്ലേ? ഈ വീട്ടിലൊരു പ്രശ്നമുണ്ടെന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ? അത് അവള് മനഃപൂർവ്വം ചെയ്തതാണച്ചാ. ആയിരിക്കാം. നമ്മളെ നാണം കെടുത്തണം, അത് തന്നെയായിരിക്കണം അവളുടെ ഉദ്ദേശം. അതവൾ ഇനിയും ചെയ്യില്ലേ? അതുകൊണ്ട് അവളുടെ കാര്യത്തിന് ഉടനൊരു തീരുമാനമെടുക്കണം. തീരുമാനം ഞാൻ പണ്ടേ എടുത്തു കഴിഞ്ഞതല്ലേ അച്ഛാ. ചന്ദ്ര ഈ വീട്ടിൽ ഇനി അധികകാലം ഉണ്ടാവില്ല. ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ എന്താണ് തടസ്സം? അവളതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് മുഖ്യ തടസ്സം. അപ്പോൾ നമ്മൾ കോടതിയിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതിന് സ്ട്രോങ് ആയിട്ടുള്ള കാരണങ്ങളും വേണ്ടിവരും. ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യ അതൊരു ശക്തമായ കാരണമല്ല. അതിന് പറ്റിയ ഒരു കാരണം കിട്ടാനുള്ള കാത്തിരിപ്പിലാച്ച ഞാൻ. അതിനൊരു കാരണം കിട്ടിയില്ലെങ്കിലോ? ഏയ്, അത് കിട്ടും. അധികകാലം അവൾക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും ഇതുവരെ ബഹുമാനം മാത്രമേ നിന്നോടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ നേർക്കായി ഇന്ന് അവൾ ചെളിവാരി എറിഞ്ഞത്. ഭാര്യയെ പീഡിപ്പിക്കുന്ന ഭർത്താവ്. ആ പട്ടം നിനക്ക് ചേരുന്നില്ല മോനെ. എന്ത് ചെയ്യാനാച്ചാ, പറ്റിപ്പോയി. സഹിക്കാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. ഞാൻ സംസാരിക്കട്ടോ അവളോട്? വേണ്ടച്ചാ, അവള് സമ്മതിക്കത്തൊന്നുമില്ല. അവളുടെ മനസ്സിൽ മറ്റെന്തോ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവൾ ഇതിനു മുൻപ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നെ. ഇതിന്റെ അവസാനം എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആർക്കും ദോഷം വരാത്ത വിധത്തിലായിരിക്കണം ഈ വഴക്ക് തീരേണ്ടത്. അത് നീ ഉറപ്പുവരുത്തണം. അവളൊരു സ്ത്രീയാണ്. ആ ഒരു ചിന്ത എപ്പോഴും നിന്റെ മനസ്സിലുണ്ടായിരിക്കണം. ചെയ്തത് ശരിയായെന്ന് തോന്നുന്നുണ്ടോ? ധരനെ കുറിച്ചാണോ? ശരിയായെന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു? കുറ്റം പറയുമ്പോ അതുകൂടി ഒന്ന് ചിന്തിക്കണം, വേണ്ടേ? എനിക്കൊരിക്കലും ചന്ദ്രയെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് പിരിയണമെന്നോ എനിക്ക്. അത് നടക്കില്ല. ഇങ്ങനെ എത്ര കാലം ജീവിക്കും? നമ്മുടെ രണ്ടുപേരുടെയും ഭാവിയാ അതുകൊണ്ട് ഇല്ലാതാവുന്നത്. എന്റെ ഭാവി പോയാലും എനിക്ക് പ്രശ്നമില്ല. ഞാനത് സഹിക്കാൻ തയ്യാറാ. ഞാൻ സഹിക്കാൻ തയ്യാറല്ല. എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന ഒരു ശാരീരിക അവസ്ഥയുള്ള ആളാ ഞാൻ. എനിക്കിത്തിരി സമാധാനം വേണം. എന്നെ അധികം പരീക്ഷിക്കരുത്. എനിക്ക് സിദ്ധോടിനെ പിരിയാൻ പറ്റില്ല. അതെന്താ മനസ്സിലാക്കാത്തെ? അതെന്നെ ഇഷ്ടമുള്ളതുകൊണ്ടൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് മറ്റെന്തോ കാരണമുണ്ട്. എന്ത് കാരണം? അത് നിനക്കല്ലേ അറിയത്തുള്ളൂ. നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അത് തുറന്നു പറ. എനിക്ക് ഡിവോഴ്സ് വേണം. അതിനെന്താണോ കോമ്പൻസേഷൻ വേണ്ടത് അത് ഞാൻ തരാം. ആർക്ക് വേണ്ടിയ സിദ്ധോടിന് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് തന്നെയാ ഡിവോഴ്സ് തരാൻ ഞാൻ തയ്യാറാവാത്തതിന് കാരണം. എന്നെ ഉപേക്ഷിച്ചിട്ട് അവൾക്കൊപ്പം അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. ചന്ദ്രൻ, നിനക്കും മറ്റൊരു ജീവിതം കിട്ടത്തില്ലേ? എനിക്കത് വേണ്ടെന്നേ. നിനക്ക് തോന്നുന്നുണ്ടോ ഭാവിയിൽ എന്റെ മനസ്സ് മാറുമെന്ന്? ആ, തോന്നുന്നുണ്ട്. എങ്കിലേ അത് നിന്റെ തെറ്റായിട്ടുള്ള തോന്നലാ. ആയിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. നീ ഒരു കാലത്ത് നന്നാവില്ലടി. സിദ്ധു നന്നായ മതി. അത് കാണുന്നതാ എനിക്കിഷ്ടം. ദേ, ഇന്ന് കാണിച്ചപ്പോഴുള്ള തോന്നിയവാസങ്ങളെ ഇനി കാണിച്ചിട്ടുണ്ടല്ലോ. എന്നെ പ്രകോപിപ്പിച്ച ഞാൻ പലതും ചെയ്യും. ഞാനേ ആത്മാഭിമാനമുള്ളൊരു പെണ്ണ് തന്നെയാ. ഇവിടുത്തെ ആൾക്കാരുടെ ആട്ടും തുപ്പ് സഹിച്ച് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല. പിന്നെ ഡിവോഴ്സ്, ആ മോഹം അങ്ങ് കുഴിച്ചു മൂടിയേക്ക്. ഞാനതിന് തയ്യാറല്ല. അതിന് എത്ര കോമ്പൻസേഷൻ തരാന്ന് പറഞ്ഞാലും.
ജോത്സിനെ കാണാൻ പോവാണെന്ന് അമ്മയും ശരത്തും കൂടി. മുഹൂർത്തം കുറിച്ചിട്ട് അവരിങ്ങോട്ട് വരൂ. കുറിക്കട്ടെ, പക്ഷെ നടക്കാൻ പോകുന്നില്ലല്ലോ. ചെറിയൊരു പേടിയുണ്ട് എടുത്തേ. അമ്മയുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം ഇപ്പൊ മാറിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ അല്ല ശരത്ത്. അവനത്ര പെട്ടെന്നൊന്നും എന്റെ മാറ്റം വിശ്വസിക്കാൻ പോകുന്നില്ല. അവൻ വിശ്വസിക്കണ്ടെന്നേ. നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അതുപോലെ നടക്കും. സിദ്ധുവേട്ടന് ഇടപെടുമെന്ന് ഉറപ്പല്ലേ? എന്താ സംശയം? ഞാൻ ഉടനെ സിദ്ധുവിനെ കാണുന്നുണ്ട്. ഇനി അങ്ങോട്ട് വേണ്ടത് എന്താണെന്ന് സിദ്ധു പറഞ്ഞോളൂ. നിയമം കൊണ്ടേ അവനെ വീഴ്ത്താൻ പറ്റൂ. എങ്കിലേ അമ്മയും മുത്തശ്ശിയും വിശ്വസിക്കൂ. ഏട്ടന്റെ മരണം, അച്ഛന്റെ വീഴ്ച, ഇതിന്റെ രണ്ടിന്റെയും പിന്നിൽ ആ ശരത്താണെന്ന് ബോധ്യപ്പെട്ട പിന്നൊരിക്കലും അമ്മയും മുത്തശ്ശിയും ഈ കല്യാണത്തിന് നിർബന്ധം പിടിക്കില്ല. കള്ളക്കേസാണെന്ന് അവൻ വാദിച്ചോളൂ. അപ്പോഴോ? അതൊരു ചോദ്യമാണ്. വ്യക്തമായ തെളിവുകളില്ലാത്തതാ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പേടിക്കണ്ട നിത്യ. എല്ലാ കാലവും എല്ലാരെയും പറ്റിക്കാൻ പറ്റില്ലല്ലോ. ഇത്തവണ ശരത്തിന് പിടി വീഴും. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. കല്യാണം അവന്റെ അവസാനത്തിന്റെ ആരംഭമായിരിക്കും. താലി കെട്ടുന്നതിന് മുൻപ് തന്നെ അവൻ അറസ്റ്റിലാവും. ആ ഒരു നിമിഷത്തിന് വേണ്ടി എടുത്തി ഞാനും കാത്തിരിക്കുന്നത്. അവനെ വിലങ്ങ് വെച്ച് പോലീസ് കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണണം. ആ കാഴ്ച കാണാൻ ഇനി അധിക ദിവസം കാത്തിരിക്കേണ്ടി വരില്ല. എത്രയും പെട്ടെന്ന് തന്നെ അതുണ്ടാവും. സിദ്ധുട്ടാ, ഞാൻ വരുന്നു. എങ്ങോട്ട്? ഓഫീസിലേക്ക്. നമുക്ക് ഒരുമിച്ച് പോയാലോ? അങ്ങനെ ഇപ്പൊ ഒരുമിച്ച് പോകണ്ട. ഇതെന്റെ വണ്ടിയാ. ഇത് എനിക്ക് സഞ്ചരിക്കാനുള്ളതാ. നീ വല്ല ബസ്സോ ഓട്ടോറിക്ഷ പിടിച്ച് പോയാൽ മതി. ഇതൊരു ചീപ്നെസ്സാ. നിനക്ക് പന്തൽ കെട്ടി ധർണയിരിക്കാം, അത് ചീപ്പല്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പോ ഈ നിമിഷം നിന്നെ ഇവിടെ എങ്ങോട്ട് വേണമെങ്കിലും ഇറക്കി വിടാം. ഞാനത് ചെയ്യാത്തതേ നീ എന്നെ നാട്ടിച്ചു കളയുന്നുള്ള പേടിയോടൊന്നുമല്ല. നീ സ്വയം ഇറങ്ങിപ്പോകുന്നൊരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. ഞാനിവിടുന്ന് പോകുന്നു സിദ്ധോട്ടം വിചാരിക്കണ്ട. നീ പോവും, നീ ഓടിപ്പോവും. അത് തോന്നല. അതെ, തോന്നല് തന്നെയാ. പക്ഷേ എന്റെ തോന്നലൊന്നും ഇതുവരെ ശരിയാവാതിരുന്നിട്ടില്ല.